പാർലറിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതും പാർലറിൽ പോയി ചെയ്യുന്ന അതേ റിസൾട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആർക്കും അറിയില്ല ഇതെല്ലാം തന്നെ നമ്മൾ പാർലറിൽ തന്നെ പോയി ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഡീറ്റാൻ അല്ലെങ്കിൽ ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ടാൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ സൺസ്ക്രീനൊന്നും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാതെ വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ പെട്ടെന്ന് തന്നെ കരുവാളിച്ച് പോലെ പെട്ടെന്ന് ടാൻ അടിച്ച് ഡള്ളായി പോവും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പോലും ഈ ടാൻ വെച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം എന്ത് മേക്കപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ടേ കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് ഒന്ന് ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിനെ ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ടാനൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ചിലവർക്ക് ടാൻ എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും. ചിലവർക്ക് ഈ ലിപ്പിൻ്റെ ചുറ്റും ഭയങ്കര ടാനായിരിക്കും, ചിലവർക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും, ചിലവർക്ക് നെറ്റിയിലായിരിക്കും. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് നമ്മൾ ടാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അൺഈവൺ ആയിരിക്കും സ്കിൻ എന്ന് പറയുന്നത്. അതിനെ മാറ്റിക്കൊണ്ട് ഒരു ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് എന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എത്ര പറഞ്ഞാലും എല്ലാവർക്കും, കുറേ ആൾക്കാർക്കൊക്കെ മടിയാണ്. പിന്നെ ചിലവർ പറയും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സൺസ്ക്രീനിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ എന്ന് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലിരിക്കുവാണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത്. വീട്ടിലിരിക്കുന്ന ആളല്ലേ എന്ന് വിചാരിച്ചിട്ടല്ലോ. വീട്ടിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങും, എന്താ പറയുക, വീട്ടിനകത്താണെങ്കിലും നമ്മളെല്ലാം തുറന്നിട്ട് എങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഡേ ടൈം ആണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വെയിലത്ത് മാത്രം ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ വെയിലത്ത് മാത്രം പോകുന്നവർക്ക് മാത്രമല്ല സൺസ്ക്രീൻ ഉള്ളത്. എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡേ ടൈമിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും കൂടി മനസ്സിലാക്കുക. ആദ്യം തന്നെ സ്കിന്നിനെ നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക, അതായത് ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് മോയ്സ്ചറൈസർ കൊടുത്ത് അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും സൺസ്ക്രീൻ ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നമുക്ക് പല ആൾക്കാരിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നവും സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡാമേജൊക്കെയാണ് പല ആൾക്കാരിലും. ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൺ എക്സ്പോഷർ കൊണ്ട് ഒക്കെയാണ് കൂടുതൽ സംഭവിക്കുന്നത്. നമ്മളിതുപോലെ നമ്മൾക്ക് ഉള്ള സ്കിൻ കെയറും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. 100% ഞാൻ പറയും, ഓരോരുത്തരുടെ ഫേസിലും ഞാനിപ്പോൾ സ്കിൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിന്നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഓരോരുത്തരുടെ ഫേസ് കാണുമ്പോഴും എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. കാരണം എങ്ങനെയാണ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിനെ ഏത് രീതിയിലാണ് ഒരു സ്കിൻ കെയർ എടുക്കേണ്ടത്, എന്താണ് സ്കിൻ കെയർ എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും നമ്മൾ ഫേസിലേക്ക് സോപ്പ് യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ ഫേസിലേക്ക് ഒരു കാരണവശാലും സോപ്പ് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഫേസ് വാഷ്, ക്ലെൻസർ ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ കറക്റ്റായിട്ട് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കുക, ടോണർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എപ്പോഴും ഓൺലൈനിൽ ഓരോ പ്രൊഡക്റ്റ്, വൈറ്റനിങ് ക്രീമുകൾ, വൈറ്റനിങ് സിറം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതെല്ലാം മേടിക്കും. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് കറക്റ്റായിട്ട് ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയർ കറക്റ്റ്, ആ ഒരു റൊട്ടീൻ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യവും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്കിൻ കെയറിൻ്റെ പേഴ്സണൽ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 3 മാസത്തെ കോച്ചിങ് ആണ് ഞാൻ തരുന്നത്. 3 മാസത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് ഞാൻ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് നമ്മൾ നോക്കുന്നത്. സ്കിൻ അനലൈസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനാവശ്യമുള്ള കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ ഞാൻ തരും, പ്രൊഡക്റ്റ് പറഞ്ഞു തരും. എന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കറക്റ്റായിട്ട് 3 മാസം ഞാനത് ചെയ്യിപ്പിക്കും. 3 മാസത്തിൽ നമ്മുടെ സ്കിന്നിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ തരാൻ എനിക്ക് പറ്റും. ആ ഒരു രീതിയിലുള്ള റൊട്ടീനാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. 40 വയസ്സ് മുതലുള്ള ആർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 40 വയസ്സെന്ന് ഞാൻ പറയുന്നത് കാരണം ആ ഒരു ഏജിൽ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് റഫ്നെസ്സും പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ആൻറ്റി ഏജിങ്ങിലുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഏജ് 40-ൻ്റെ താഴെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും, കാരണം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ തന്നെ സ്കിൻ കെയർ പ്രോപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏജിൽ ഇത്രയും പ്രശ്നങ്ങൾ വരൂല. ഒരു ആൻറ്റി ഏജിങ്ങിൽ പോകുമ്പോഴും നമുക്കൊരു ആൻറ്റി ഏജിങ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് സ്കിൻ ഡ്രൈ ആവുന്നതും പിഗ്മെൻറ്റേഷനും പെട്ടെന്ന് തന്നെ റിങ്കിൾസ് ഇതൊന്നും വരത്തില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ബിഫോർ ഒരു കറക്റ്റായിട്ട് ഒരു 30-ൽ തന്നെ നമ്മളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്താൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ 30-ലുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കിൻ കെയർ എന്ന് അറിയണമെങ്കിലും നിങ്ങൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറും അതിൻ്റെ റൊട്ടീൻ കറക്റ്റായിട്ട് വേണം. നിങ്ങളുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറണം, നിങ്ങൾക്കും ക്ലിയർ സ്കിൻ വേണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, 3 months കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ചാലഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു D10-ൻ്റെ പാക്കാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. 3 മാസത്തേക്ക് 5000 ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 3 മാസത്തേക്കുള്ള ഒരു ഫീ ആണ് കേട്ടോ. 1 ടൈം ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. 3 മാസം ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, D10 ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. D10 ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലെൻസ് ചെയ്യാൻ വേണം. ക്ലെൻസർ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടല്ല, ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് ക്ലെൻസറാണോ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്ലെൻസർ യൂസ് ചെയ്തുകൊണ്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് ഞാൻ ഇന്ന് കാണിക്കുന്നത് രാഗ എന്നുള്ളൊരു കമ്പനിയുടെ D10 പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് മേടിച്ചോളൂ കേട്ടോ. ഇതൊന്നും പ്രൊമോഷൻ അല്ല, വീണ്ടും ഞാൻ എടുത്ത് പറയുന്ന പ്രൊമോഷൻ പ്രൊഡക്റ്റോ കാര്യങ്ങളല്ല, വളരെ ജെന്യൂനായിട്ട് പറയുന്നത് നല്ല റിസൾട്ട് ഉള്ളതാണ്. എന്നിട്ട് ഈ പാക്ക് പൊട്ടിക്കുക. എന്നിട്ട് ഇത് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി, വെള്ളമൊന്നും സ്കിന്നിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫേസ് ഒന്ന് തുടച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ ഏരിയ, ഈ ഒരു ഏരിയ വിട്ടിട്ട് ഫുൾ ഫേസും നന്നായിട്ട് ഇങ്ങനെ മേളിലേക്കായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ഇങ്ങനെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റും അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം ഇവിടെയൊക്കെ ആയിരിക്കും അണ്ണീവണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുക. അതുപോലെ നെറ്റിയുടെ ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം. കാരണം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് തിക്കിൽ കൊടുത്താൽ ഭയങ്കര റിസൾട്ടാണെന്ന് ഏത് പാക്ക് ഇടുമ്പോഴും ചിന്തിക്കരുത്. അത്രയും തിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു മീഡിയം ഇതിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നെക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നെക്കിൽ നമുക്ക് അണ്ണിവണൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റ് നമുക്ക് ചെറിയൊരു ബേണിങ് ഉണ്ടാവും കേട്ടോ. ചെറിയ രീതിയിൽ ഒരു നീറ്റൽ പോലെയൊക്കെ തോന്നും. ടെൻഷനൊന്നും അടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, അത് പെട്ടെന്ന് അലർജിക്ക് വരുന്നവരാണ്, അലർജിക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിക്കോളൂ. അല്ലാത്തവർക്ക്, ഒരു പ്രശ്നവും ഇല്ലാത്തവർക്ക് ഇത് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് ആൻഡ് നെക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ തുടച്ച് വെള്ളത്തിൽ ഒരു ടവൽ നനച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന് ശേഷം നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ D10 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈവനിങ് ടൈമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ചെയ്തിട്ട് പുറത്ത് വെയിലത്ത് പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് കേട്ടോ. വെയിലൊന്നും കൂടുതൽ കൊള്ളരുത്, വെയിലത്തൊന്നും പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഈവനിങ് ടൈമിൽ ചെയ്യുക. അതുപോലെ തന്നെ D10 ഇട്ട് നെക്സ്റ്റ് ഡേ തന്നെ മേക്കപ്പോ കാര്യങ്ങൾക്ക് പോകരുത്. D10 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഇത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ തലേ ദിവസം പോയിട്ട് ഇത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് മാസത്തിൽ 2 പ്രാവശ്യമേ ചെയ്യാൻ പറ്റൂ. ഇത് നല്ലതാണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം ഒന്നും ചെയ്യരുത്.
15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിൻ ടോൺ ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അണിമണെല്ലാം തന്നെ മാറും. ടാൻ നല്ലപോലെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ടാൻ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല റിസൾട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ രാഗയുടെ ഡീറ്റാൻ പാക്ക് ഞാൻ പേര് പറയുന്നില്ല. പലവരും നിങ്ങൾ വീഡിയോ മുഴുവനും കാണും. പലരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് പല വീഡിയോസിൻ്റെ താഴെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അല്ലാതെ പേരെങ്ങനെ അറിയാം? ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാ പ്രൊഡക്റ്റിനും പേര് പറയാറുണ്ട്. അത് വീണ്ടും വീണ്ടും പറയുന്ന ആളാണ്. ഒരു കാര്യം ഞാൻ 10 പ്രാവശ്യം പറയാറുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പല ആൾക്കാർക്കും ഇച്ചിരി ഏജ്ഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് അത് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. കാരണം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളും ജെന്യൂനായിട്ടുള്ള പ്രൊഡക്റ്റും മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഡീറ്റാൻ്റെ രാഗയാണ് കേട്ടോ. രാഗയുടെ ഡീറ്റാൻ പാക്ക് എന്ന് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട, ഓൺലൈനിൽ നോക്കാം. അതുപോലെ തന്നെ ബ്യൂട്ടി ഷോപ്പുകളിൽ ഉണ്ടാവും, നൈക്കിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇനി ടെൻഷൻ വേണ്ട. RAAGA സ്പെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. രാഗ ഡീറ്റാൻ പാക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വന്നോളൂ. കാരണം അത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. സോ അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.